തിരുവചന ചിന്തയ്ക്കായിട്ട് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ദൈവസന്നിധാനത്തിങ്കിലേക്ക് തിരിക്കുവാനിടയായി തീരട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് let us turn our attention to the book of Genesis chapter 22 verses 1 to 8. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മൊറിയാ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തന്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരെ നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം എന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ, എന്താവുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറവുണ്ട്, എന്നാൽ ഹോമയാഗത്തിന്റെ ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ വീണ്ടും അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരും. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നതും ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവവചനം, അതേ ആത്മാവിന്റെ ശക്തിയോടെ ഈ രാത്രി ഞങ്ങൾക്ക് വിഭാഗിച്ചു തരണമേ. വചനത്തിന്റെ വാതിലുകളെ അവിടെ തുറക്കണം, ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നാം ഇന്ന് വായിച്ച ഭാഗം നമുക്കേവർക്കും വളരെ സുപരിചിതമായ വേദഭാഗങ്ങളിൽ ഒന്നാണ്. അബ്രഹാമിന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ശോധനയാണ് 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ ഒരുമിച്ച് അബ്രഹാമിന്റെ ജീവിതത്തിൽ നേരിട്ടതായ 7 പരിശോധനകളെ കുറിച്ച് ചിന്തിപ്പാനായിട്ടിടയായി തീർന്നു. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് അബ്രഹാമിന്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ പരിശോധനയും അതിനകത്ത് ദൈവം തനിക്ക് നൽകിയ ആ അത്ഭുതകരമായ പ്രവൃത്തിയുമാണ് ഒന്നിച്ച് ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. നാം അബ്രഹാമിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിക്കുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എബ്രഹാം എ മാൻ ഓഫ് ഫെയ്ത്ത്, അല്ലെങ്കിൽ എ സാമ്പിൾ മാൻ ഓഫ് ഫെയ്ത്ത്, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ മാതൃകാ പുരുഷനായിട്ട് അബ്രഹാമിനെ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ 21-ാം അധ്യായവും 22-ാം അധ്യായവും തമ്മിൽ നമ്മൾ ചരിത്രപരമായി പഠിച്ചാൽ ഏറെക്കുറെ 20-ലധികം വർഷത്തിന്റെ ഗ്യാപ്പ് ഈ സംഭവങ്ങൾ തമ്മിൽ ഉണ്ടെന്നാണ് ചരിത്ര പഠിതാക്കൾ, വേദപഠിതാക്കൾ ഈ ഭാഗത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. 21-ാം അധ്യായത്തിൽ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അബ്രഹാം ബേർഷേബയിൽ ആയിരിക്കുന്നതും അവിടെ ദൈവത്തിന് ഒരു യാഗപീഠം പണിയുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും നിത്യനായ, അവിടെ ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നിത്യനായ ദൈവത്തെ യാഗപീഠം പണിത് ആരാധിക്കുന്നതുമായ കാഴ്ച നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞു വന്നതുപോലെ ഏകദേശം 20 വർഷത്തിലധികം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും ദൈവകൃപയോടും കൂടെ ഇസഹാക്ക്, വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനോട് ഒരുമിച്ച് അബ്രഹാമും സാറയും സന്തോഷിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ചെറിയ പ്രായം, ഈ ചെറിയ കാലഘട്ടം അല്ലെന്ന് നമുക്കറിയാം. 20 വർഷം. ഈ 20 വർഷം കൊണ്ട് ഈ ഐസക്ക് അല്ലെങ്കിൽ ഇസഹാക്ക് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് എത്തിച്ചേർന്നു എന്നും നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നതുപോലെ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും ദൈവിക അനുഗ്രഹങ്ങളോടും കൂടെ ജീവിച്ചു വരവെയാണ്
suddenly like a thunderbolt from the sky comes this word. ഈ വാക്ക് ഒരു ഇടിമുഴക്കം പോലെയാണ് അബ്രഹാമിന്റെ ചെവിയിലേക്ക് വന്ന് പതിക്കുന്നത്. എന്താണ് ഈ വാക്കെന്ന് നമ്മൾ അവിടെ വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അബ്രഹാം ക്യാൻ, നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, എബ്രഹാം ക്യാൻ ഹാർഡിലി ബിലീവ് ഹിസ് ഇയേഴ്സ്. തന്റെ കാതുകളെ തന്നെ വിശ്വസിപ്പാൻ ബുദ്ധിമുട്ടുള്ള ഒരു വാക്ക് താൻ കേട്ടെ. എന്താണ് ആ വാക്ക്? ആ വാക്ക് ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. Now take your son Isaac, your only son whom you love, and go to Mount Moriah and offer him up on that mountain. നമുക്ക് മലയാളത്തിൽ അറിയാമല്ലോ, നീ ഏറ്റവും സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ തന്നെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കുക. അപ്പൊ ശ്രദ്ധിക്കൂ, ഒരു തണ്ടർബോൾട്ട്, ഒരു ഇടിമുഴക്കം പോലാണ് ദൈവത്തിന്റെ ശബ്ദം അബ്രഹാമിന്റെ കാതുകളിൽ മുഴങ്ങുന്നത്. അപ്പോൾ ദൈവം പറയുന്ന വാക്ക് അവിടെയാണ് നമ്മൾ ഒരുമിച്ച് ശ്രദ്ധിക്കാൻ പോകുന്നത്. നീ ഏറ്റവും സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ മോറിയ മലയിൽ കൊണ്ടുപോയി എനിക്ക് യാഗം കഴിക്കുക. അപ്പൊ അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചേ, നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്, ഈ ഏകജാതനായ മകനുമായി യാത്ര പുറപ്പെടുന്ന മോറിയ മലയെ കുറിച്ച് അതിന്റെ പശ്ചാത്തലം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. മോറിയ മല, മൗണ്ട് മോറിയ. എന്താണ് ഈ മൗണ്ട് മോറിയയുടെ പ്രത്യേകത? അത് പറഞ്ഞെങ്കിലേ ഇന്നത്തെ സന്ദേശത്തിന്റെ ഒരു പൂർത്തീകരണത്തിൽ എത്താൻ കഴിയുള്ളൂ. അതിനാധാരമായിട്ട് let us turn our attention to 1 Chronicles chapter 21 verse 18 following. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ യഹോവയുടെ ദൂതൻ ഗാദിനോട്, ദാവീദ് ചെന്ന് യെബൂസിനായി ഓർന്നാന്റെ കളത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയണമെന്ന് ദാവീദിനോട് പറഞ്ഞു. ആ വാക്കുകൾ നിങ്ങൾ ആരംഭത്തിൽ തന്നെ ശ്രദ്ധിക്കണം. ഒന്നുകൂടെ നോക്കിയോ, ശ്രദ്ധിച്ച ആ വാക്ക്. അപ്പോൾ യഹോവയുടെ ദൂതൻ ഗാദിനോട് ദാവീദ് ചെന്ന് യെബൂസിനായി ഓർന്നാന്റെ കളത്തിൽ, ഗാദ് ചെന്ന് ദാവീദിനോട് പറഞ്ഞു, ദാവീദ് ചെന്ന് യെബൂസ്യനായ ഓർന്നാന്റെ കളത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയണമെന്ന് ദാവീദിനോട് പറയുവാനായിട്ട് കൽപ്പിച്ചു. അടുത്ത് നോക്കി, യഹോവയുടെ നാമത്തിൽ ഗാദ് പറഞ്ഞ വചനപ്രകാരം ദാവീദ് ചെന്നു. ഓർന്നാൻ തിരിഞ്ഞ് ദൂതനെ കണ്ട് തന്റെ 4 പുത്രന്മാരുമായി ഒളിച്ചു. അപ്പൊ നോക്കി, ഈ ദൂതനെ കണ്ടിട്ട് ഈ ഓർന്നാൻ തന്റെ 4 പുത്രന്മാരുമായിട്ട് ഒളിക്കുന്നു എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ ദൈവം ഗാദിനോട് പറയുന്ന വാക്ക്, പ്രവാചകനോട് പറയുന്ന വാക്ക്, നീ ചെന്ന് ദാവീദിനോട് പറയണം, ഓർന്നാന്റെ കളത്തിൽ, അല്ലെങ്കിൽ അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ത്രഷിംഗ് ഫ്ലോർ ഓഫ് ഓർനാൻ, ത്രഷിംഗ് ഫ്ലോർ ഓഫ് ഓർനാൻ, ഓർന്നാന്റെ കളത്തിൽ, ആ സ്ഥലത്ത് നീ എനിക്ക് യാഗപീഠം പണിയണം, അല്ലെങ്കിൽ ആസ് എ പ്ലേസ് ഫോർ ദ സൈറ്റ് ഓഫ് ദ ടെമ്പിൾ, ഒരു യാഗപീഠം പണിയണമെന്ന് ദാവീദിനോട് കൽപ്പിക്കൂ എന്ന് അവിടെ കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹിസ്റ്ററി സേസ് ഓൺ ദാറ്റ് വെരി പ്ലേസ് അബ്രഹാം ഓഫേർഡ് ഐസക്. ചരിത്രം പറയുന്നത്, വേദ പഠിതാക്കൾ പറയുന്നത്, ഇതേ സ്ഥലത്താണ് അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ചതെന്നും വചന ചരിത്രം പഠിച്ചിട്ടുള്ളവര് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കൂ, അവിടെ കാണുന്ന ആ ഭാഗം എല്ലാം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ 18 മുതലാണല്ലോ വായിച്ചു തുടങ്ങിയത്. അതിന്റെ 24-ാം വാക്യത്തിലേക്ക് വന്ന 24-ാം വാക്യം, ദാവീദ് രാജാവ് ഓർന്നാനോട്, അങ്ങനെയല്ല, ഞാൻ മുഴുവിലേക്ക് അത് വാങ്ങിയുള്ളൂ, മുഴുവിലക്ക് അത് വാങ്ങിയുള്ളൂ, നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്കായിട്ട് എടുക്കുകയില്ല, ചെലവ് കൂടാതെ ഹോമയം കഴിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നോക്കി, ഈ ഓർന്നാനോട് കാര്യം പറഞ്ഞപ്പോൾ, ആദ്യം അവർ ഒളിച്ചെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓർന്നാൻ പറയുകയാണ്, ദൈവത്തിന് യാഗപീഠം പണിയാനായതുകൊണ്ട് നീ അത് സൗജന്യമായിട്ട് എടുത്തുകൊള്ളുക. വളരെ സന്തോഷത്തോടെ അത് വിട്ടു നൽകിയ ഓർന്നാൻ. പക്ഷേ
ദാവീദ് അവിടെ പറയുന്ന വാക്കാണ് 24-ാം വാക്യത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദാവീദ് രാജാവ് ഓർന്നാനോട് അങ്ങനെയല്ല, ഞാൻ മുഴുവലക്കേ അത് വാങ്ങത്തുള്ളൂ. അടുത്തത്, നിനക്കുള്ളത് ഞാൻ ഫ്രീ ആയിട്ട് ദൈവത്തിനായിട്ട് ഞാൻ അത് എന്ത് ചെയ്യത്തില്ല, എടുക്കുകയില്ല. അടുത്തത്, ചെലവ് കൂടാതെ ഹോമയാഗം ഞാൻ കഴിക്കില്ല. അപ്പോൾ ദാവീദിന്റെ ആ തീരുമാനം ഒന്ന് നോക്കിയേ. ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ദാവീദ് പറയുകയാണ്, എനിക്ക് ഫ്രീ ആയിട്ട് ദൈവത്തിനൊന്നും വേണ്ട, ചെലവ് കൂടാതെയുള്ള ഒരു യാഗപീഠവും അല്ലെങ്കിൽ ഹോമയാഗവും എനിക്ക് വേണ്ട, അത് ദൈവത്തിന് പ്രസാദകരമല്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണം, ചെലവ് കൂടാതെയുള്ള ഹോമയാഗം ദൈവത്തിന് പ്രസാദമുള്ളതല്ല എന്നാണ് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്താണ് അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിച്ചതെങ്കിൽ ഇത് ഓർന്നാന്റെ കളമായിരുന്നു, അല്ലെങ്കിൽ ഈ ഓർന്നാന്റെ ത്രഷിംഗ് ഫ്ലോർ ആയിരുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്ന ഇതേ സ്ഥാനത്താണ് അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിച്ചതിനു ശേഷം ഏകദേശം 1000 വർഷങ്ങൾക്ക് ശേഷം ദാവീദിന്റെ മകനായ ശലോമോൻ ദേവാലയം പണിതതും ഇതേ സ്ഥലത്തു തന്നെയായിരുന്നു. എന്താ തെളിവെന്ന് നോക്കാം. Let us turn to 2 Chronicles chapter 3 verse 1. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. അവിടെ കൃത്യമായിട്ട് എന്താ പറയുന്നതെന്ന്. അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഓർന്നാന്റെ കണ്ടോ, ആ വാക്കിനെ ശ്രദ്ധിച്ചോ. യെബൂസ്യനായ ഓർന്നാന്റെ കളത്തിൽ ദാവീദ് വട്ടം കൂടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയുവാൻ തുടങ്ങി. യഹോവയുടെ ആലയം പണിയുവാനായിട്ട് തുടങ്ങി തന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ. അപ്പൊ അവിടെ ശ്രദ്ധിച്ചേ, അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിച്ച സ്ഥലത്ത്, ഇത് ദാവീദ് വില കൊടുത്ത് ദൈവത്തിന്റെ ആലയം പണിയുവാൻ ഓർന്നാനോട് വാങ്ങിയ സ്ഥലത്ത്, അതേ സ്ഥലത്തു തന്നെയാണ് ഇവിടെ ഇതാ ശലോമോൻ ദൈവത്തിന്റെ ദേവാലയം പണിയുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഒരു സ്ഥലത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അബ്രഹാമിന്റെ ജീവിതത്തോട് ബന്ധിച്ച് ഈ ഗ്രേറ്റസ്റ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ആ ശോധനയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാമിന്റെ അപ്പോഴത്തെ സ്ഥിതി നമ്മളൊന്ന് മനസ്സിലാക്കണം. ത്രൂ ദിസ് ഗ്രേറ്റസ്റ്റ് ടെസ്റ്റ് God want to determine either Abraham believe in God or not, or Abraham confidence in his son Isaac, or in God who gave him the son. ആ ദൈവത്തിന് അറിയേണ്ടതായിട്ട് ഇരുന്ന ഏറ്റവും പ്രധാന കാര്യം, ദൈവം നിർണയിക്കാൻ ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെയാണോ അധികം സ്നേഹിക്കുന്നത്, അതോ വിളിച്ചിറക്കിയ ഇത്രത്തോളം കൊണ്ടുവന്ന വാഗ്ദത്ത സന്തതിയായി ഇസഹാക്കിനെ നൽകിയ എന്നെയാണോ അബ്രഹാം അധികം സ്നേഹിക്കുന്നത്? ഇന്ന് രാത്രി വളരെ പ്രസക്തമായ ചോദ്യമാണ് അതിലൂടെ നമ്മുടെ മുന്നിൽ മുഴങ്ങുന്നത്. ദൈവം അറിയുവാൻ നിർണയിക്കുവാൻ ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അബ്രഹാം തന്റെ മകനെയാണോ സ്നേഹിക്കുന്നത്, അതോ മകനെ നൽകിയ ദൈവത്തെയാണോ അധികം സ്നേഹിക്കുന്നത്? അതുകൊണ്ടാണ് യേശു കർത്താവ് വളരെ കൃത്യതയോടെ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37-ാം വാക്യത്തിൽ വളരെ വ്യക്തതയോടുകൂടെ പറയുന്ന വാക്കുകൾ. മാത്യു ചാപ്റ്റർ 22 വേഴ്സ് 37. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37-ാം വാക്യം നിങ്ങൾ നോക്കിയേ. അവിടെ എന്താ പറയുന്നതെന്ന്. യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അപ്പൊ എങ്ങനെയൊക്കെയാ? നിന്റെ ദൈവമായ യഹോവയെ ഒന്ന്, നിന്റെ ദൈവമായ കർത്താവിനെ ഒന്ന് പൂർണ്ണ ഹൃദയത്തോടെ, വിത്ത് യുവർ ഫുൾ ഹാർട്ട്, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണയാത്മാവോടെ, വിത്ത് യുവർ ഫുൾ സ്പിരിറ്റ്, പൂർണ്ണയാത്മാവോടെ, വിത്ത് ഫുൾ മൈൻഡ്, പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ആ ദൈവം അബ്രഹാമിൽ നിന്ന് ആഗ്രഹിച്ചത് നിർണയിക്കേണ്ടത് അത് തന്നെയാണ്. ഈ അബ്രഹാം എന്നെയാണോ അധികം സ്നേഹിക്കുന്നത്,
അതോ ഞാൻ നൽകിയ അബ്രഹാമിന് നൽകിയ മകനെയാണോ അധികം സ്നേഹിക്കുന്നത്? അതുകൊണ്ടാണ് ഇവിടെ യേശു കർത്താവ് പറയുന്നത്, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിപ്പാനായിട്ടിടയായി തീരണം. അപ്പോൾ ഈ തണ്ടർബോൾട്ട് അല്ലെങ്കിൽ ഈ അശരീരിയുടെ മുമ്പിൽ ദൈവത്തിന്റെ ഈ വാക്കുകൾ പ്രാരംഭത്തിൽ ഒരു പക്ഷേ അബ്രഹാമിന് അവിശ്വസനീയമായി തോന്നിയേക്കാം. അബ്രഹാമിന് തന്നെ തോന്നിയേക്കാം ദൈവം ഇങ്ങനെ തന്നോട് സംസാരിക്കുന്നത് എന്താണെന്ന് തോന്നിയേക്കാം. ഒരുപക്ഷെ ഇത് മറ്റു വല്ലവരുമാണോ എന്ന് വരെ പ്രാരംഭത്തിൽ തോന്നിയേക്കാം. എന്നാൽ വളരെ വേഗത്തിൽ അബ്രഹാം ഒരു റിയലൈസേഷനിൽ എത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശബ്ദം ഒന്നല്ല, പലവട്ടം താൻ കേട്ടിട്ടുള്ളതാണ്. തന്നെ ഊരിൽ നിന്ന് വിളിച്ചിറക്കിയ നിമിഷം മുതൽ ഇന്ന് വരെയുള്ള തന്റെ ജീവിതയാത്രയിൽ അനേക വട്ടം ഈ ശബ്ദം താൻ കേട്ടതാണ്. ഈ ദൈവം അനേക പ്രാവശ്യം എനിക്ക് വെളിപ്പെട്ടതാണ്, എനിക്ക് പ്രത്യക്ഷപ്പെട്ടതാണ്. ആ ശബ്ദത്തിനൊരു മാറ്റവുമില്ലെന്ന് അബ്രഹാം തിരിച്ചറിയുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കൂ, നമ്മുടെ ദൈവം ഹീസ് എ സെലസ് ഗോഡ്. നമ്മുടെ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. ഹി വാണ്ട് ടു നോ, ആർ വി ഗിവിംഗ് ഫസ്റ്റ് പ്ലേസ് ടു ഗോഡ് അവർ മാസ്റ്റർ? ദൈവം നമ്മെ കുറിച്ചും ശോധന ചെയ്യുമ്പോൾ ദൈവം നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാനും നിങ്ങളും ദൈവത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്, അതോ ദൈവം നൽകിയ മറ്റു ചിലതിനാണോ പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്ന് ഇന്ന് രാത്രി നമ്മളും ഒരിക്കലൂടെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. അവിടെ ദൈവം പറഞ്ഞ വാക്ക്, ടേക്ക് യുവർ സൺ ആൻഡ് ഓഫർ ഹിം ആസ് എ ബേൺഡ് ഓഫറിംഗ്. നിന്റെ മകനുമായി പോയി ഹോമയാഗം കഴിക്കുവാൻ അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെടുമ്പോൾ, ഒരു പക്ഷേ ദുഷ്ടനാകുന്നവൻ അബ്രഹാമിന്റെ മനസ്സിൽ പ്രതിയോഗി കൊണ്ടുവരാവുന്ന ചിന്ത ഇതായിരിക്കും, കർത്താവേ, നിന്റെ വാക്ക് കേട്ട് ഞാൻ ഈ മകനെ കൊണ്ട്, വാഗ്ദത്ത സന്തതിയെ കൊണ്ട് യാഗം കഴിച്ചാൽ നീ എനിക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ എങ്ങനെ നിറവേറും? എന്താണ് വാഗ്ദത്തം? യുവർ സീഡ് ലൈക്ക് സ്റ്റാർസ് ഓഫ് ഹെവൻ ആൻഡ് സാൻഡ് ഓൺ ദ ഷോർ. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും വർദ്ധിപ്പിക്കുമെന്ന് വാക്ക് പറഞ്ഞത് നീയാണെങ്കിൽ, വാഗ്ദത്തം ചെയ്തത് നീയാണെങ്കിൽ, ഈ ഇസ്ഹാക്കിനെ യാഗം കഴിച്ചാൽ ആ വാഗ്ദത്തം എങ്ങനെ നിവർത്തിയാകും? പിന്നെയും പ്രതിയോഗി തന്റെ ഹൃദയത്തിൽ സംശയം ഉന്നയിക്കാം, ഞാൻ എന്റെ ഭാര്യയായ ഇവന്റെ അമ്മയായ സാറായിയോട് എന്ത് മറുപടി പറയും? ഞാൻ ഈ പ്രായത്തിൽ ഇത്രയും 20 വർഷത്തിൽ കൂടുതൽ പോറ്റി വളർത്തിയ എന്റെ മകനെ യാഗം നുള്ള ഒരു ശക്തി മാനുഷികമായ നിലയിൽ എനിക്കില്ല. പ്രതിയോഗി ഈ വിധത്തിലുള്ള പല ചിന്തകൾ അബ്രഹാമിന്റെ മനസ്സിൽ ഒരു പക്ഷേ കൊണ്ടുവന്നിരിക്കാം. ഇന്ന് രാത്രി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ചില വീര്യപ്രവർത്തികൾ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, രോഗസൗഖ്യം നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, മറ്റു മനുഷ്യരാൽ സാധിക്കാത്തത് ചെയ്തു തരുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് രാത്രി ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്, അതിനെതിരായി പലവിധമായ സംശയങ്ങളുടെ വിത്തുകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ദൈവ ശബ്ദത്തിന് വിധേയപ്പെടുവാൻ കഴിയാത്ത സന്ദർഭങ്ങൾ ഉളവാകുവാനുള്ള സാധ്യതയുണ്ടെന്ന് ഇന്ന് രാത്രിയും ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു. ഇന്ന് രാത്രി അതുകൊണ്ട് എത്ര പേര് തിരുവചനത്തിന്റെ മുൻപാകെ ഒന്ന് സമർപ്പിപ്പാനിടയായിത്തീരും. എന്റെ ദൈവമേ, നീ എന്നോട് എന്ത് കൽപ്പിച്ചാലും, അത് എത്ര വൈഷമ്യമുള്ള കാര്യമായിരുന്നാലും, എത്ര പ്രയാസമുള്ള കാര്യമായിരുന്നാലും, ഈ ദൈവമേ, അങ്ങയുടെ വാക്കിനു മുമ്പിൽ സമർപ്പിപ്പാൻ എന്നെ ഇടയാക്കണമേ എന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് ഒന്ന് സമർപ്പിപ്പാൻ കഴിയും? അബ്രഹാമിനെ സംബന്ധിച്ച് ഈ ചോദ്യങ്ങൾ പ്രതിയോഗി മനസ്സിൽ കൊണ്ടുവന്നിരിക്കാം. എന്റേതായ ചിന്തയിൽ ഞാൻ പറയാം, ആ ഒരു രാത്രിയിൽ ഒരു പിതാവ് എന്നുള്ള നിലയിൽ അബ്രഹാം ശാന്തമായി ഉറങ്ങിക്കാണത്തില്ല. ഉറക്കം അവനെ വിട്ട് അകന്നു കാണും. എന്നാൽ നമ്മൾ കാണുന്നത്, പിറ്റേന്ന് രാവിലെ അതികാലത്തെ അബ്രഹാം എഴുന്നേറ്റു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചേ, when morning comes, Abraham's obedience is പെർഫെക്റ്റ് എന്നാണ് നമ്മൾ കാണുന്നത്. അബ്രഹാമിന്റെ അനുസരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രോംപ്റ്റ് ആൻഡ് പെർഫെക്റ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്നാണ്. അബ്രഹാമിന്റെ അനുസരണം കൃത്യമായതായിരുന്നു എന്നും
പൂർണ്ണമായിരുന്നു എന്നും നമ്മൾ തിരുവചനത്തിൽ കാണുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ കൃത്യതയോടെയും പൂർണ്ണതയോടെയും ദൈവത്തിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ അതിന്റെ നടുവിൽ വെളിപ്പെടുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് രാത്രി സന്തോഷത്തോടെ പറ, എന്റെ ദൈവം എന്നോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ഞാൻ അനുസരിച്ചാൽ അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇന്ന് രാത്രി അതുകൊണ്ട് നാമും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഒരിക്കലൂടെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. സമയം മുൻപോട്ട് പോകുന്നുണ്ട്, ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുക. അതിന്റെ 3-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. ചാപ്റ്റർ 22 വേഴ്സ് 3, 3-ാം വാക്യം. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ രണ്ടുപേരെയും തന്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന്റെ വിറകേറി എടുത്തുകൊണ്ട്. ആ വാക്കുകൾ ശ്രദ്ധിച്ചേ. അവിടെ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, തലേന്ന് രാത്രി ഒരു പക്ഷെ ഉറങ്ങിക്കാണത്തില്ല. ആ വലിയ ഭാരമുള്ള ഹൃദയമാണ് ഒരു പിതാവ് എന്നുള്ള നിലയിൽ തനിക്ക് ഭാരമുള്ള ഒരു ഹൃദയവുമായി. His heart is heavy and broken as a father, but obeyed completely to God. ഒരു പിതാവ് എന്നുള്ള നിലയിൽ തന്റെ ഹൃദയത്തിന് ഭാരമുണ്ട്, വേദനയുണ്ട്. എന്നാൽ ദൈവത്തെ അനുസരിക്കുന്നതിൽ ഒട്ടും മടി കാണിക്കാതെ അവൻ മുൻപോട്ട് പോയി എന്ന് നമ്മൾ കാണുന്നു. സമയം പോകുന്നുണ്ട്, പെട്ടെന്ന് നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. 5-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. വേഴ്സ് 5. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിക്കും, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന്. അവിടെ നോക്കി, അബ്രഹാമും ബാല്യക്കാരുമായിട്ട് യാത്ര തിരിച്ച് മോറിയ മലയുടെ താഴ്വരയിൽ എത്തിയപ്പോൾ Abraham said to young man, I and the Lord will go yonder and worship and come again to you. ഞാനും ബാലനും കൂടെ പോയി യാഗം കഴിച്ചിട്ട് മടങ്ങി വരാം. സ്ട്രോങ് വേർഡ്സ് ആണ്, വളരെ ശക്തിയുള്ള വാക്ക്, മടങ്ങി വരും. ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ, ഹൃദയത്തിൽ വേദനയുണ്ട്, ഭാരമുണ്ട്, ദുഃഖമുണ്ട്. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ പറഞ്ഞ വാക്ക് നോക്കിക്കേ, ഞാൻ മടങ്ങി വരും, ഞങ്ങൾ മടങ്ങി വരും. ഇന്ന് രാത്രി നമ്മൾ ശ്രദ്ധിക്കേണ്ട പദം അതാണ്. പ്രതികൂലങ്ങൾ തലയ്ക്ക് മീതെ ആഞ്ഞടിക്കുമ്പോൾ, പ്രതികൂലത്തിന്റെ കാറ്റുകൾ ഈശാന മൂലൻ പോലെ അടിച്ചുയരുമ്പോൾ, പ്രതികൂല ശക്തമായി പടകിനെ മുക്കുമെന്ന് തോന്നുമ്പോൾ, ഇന്ന് രാത്രിയും എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ, അവൻ എന്റെ വലത് കരത്തിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഈശാന മൂലൻ ആഞ്ഞടിച്ചാൽ അതിനപ്പുറത്തേക്ക് എന്നെ നടത്തുന്ന, എന്റെ കരം പിടിക്കുന്ന ശക്തിമാനായ ഒരു ദൈവത്തെയാണ്, സർവശക്തനായ ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രിയും ഞാൻ ആരാധിക്കുന്നു എന്ന് ഉറപ്പുള്ളവരെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ആ ശക്തനായ ദൈവം തന്നെ എനിക്കും നിങ്ങൾക്കും വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് മറന്നു പോകരുത്. വീണ്ടും അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 6 മുതലുള്ള വാക്യങ്ങൾ. അബ്രഹാം ഹോമയാഗത്തിലുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു, തീയും കത്തിയും താൻ എടുത്തു, ഇരുവരും ഒന്നിച്ച് നടന്നു. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ, എന്താവുന്നു മകനെ എന്ന് പറഞ്ഞു. അവരൊരുമിച്ച് ആ യാഗപീഠത്തിന്റെ അടുക്കിലേക്ക് അല്ലെങ്കിൽ യാഗം കഴിക്കുന്ന സ്ഥലത്തേക്ക് നടക്കുമ്പോൾ ഈ വിറക് ചുമക്കുന്ന ഈസഹാക്ക് അപ്പനായ അബ്രഹാമിനോട് ചോദിക്കുകയാണ്, അപ്പ വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, വേർ ഈസ് ദ lamb ഫോർ ബേൺഡ് ഓഫറിംഗ്? ഹോമയാഗത്തിനുള്ള മൃഗം എവിടെ? അബ്രഹാം പറഞ്ഞ മറുപടി നമ്മൾ കണ്ടല്ലോ. Abraham told God will provide. അതാണ് ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയേണ്ടത്. തന്റെ ഹൃദയം ഭാരത്താൽ നിറഞ്ഞിരിക്കുമ്പോഴും വിഷമത്താൽ നിറഞ്ഞിരിക്കുമ്പോഴും തനിക്ക് ദൈവത്തിൽ ഒരു ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് താൻ പറയുകയാണ്, God will provide. യഹോവ കരുതിക്കൊള്ളും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഒരുപക്ഷെ ഹൃദയത്തിന് ഭാരവും ദുഃഖവും വിഷമവുമായി ഒരുപക്ഷെ ഈ രാത്രി നീ ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കാം. ഒരുപക്ഷെ വിട്ടുമാറാത്ത ചില പ്രയാസങ്ങളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, സാമ്പത്തിക പ്രതിസന്ധികളായിരിക്കാം നിന്നെ അലട്ടുന്നത്, ശാരീരിക ക്ലേശങ്ങളായിരിക്കാം നിന്നെ അലട്ടുന്നത്. ഇന്ന് രാത്രി നീ വിഷമത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്നു എങ്കിൽ, ദൈവസന്നിധിയിൽ നിന്റെ
സങ്കടങ്ങൾ പറഞ്ഞു എങ്കിൽ ഒരുപക്ഷെ പല രാത്രികളും നീ ഉറങ്ങാതെ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഒരു വിടുതലിന് വേണ്ടി ഇരുന്നെങ്കിൽ ഇന്ന് രാത്രി ധൈര്യത്തോടെ നിനക്ക് പറയുവാൻ കഴിയുമോ? God will provide. ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുന്നു, യഹോവ തന്നെ കരുതിക്കൊള്ളും. ആ ചോദിച്ച ചോദ്യം എന്താണ്? യാഗമൃഗം എവിടെ? ഹോമയാഗത്തിനുള്ള യാഗമൃഗം എവിടെ? അവിടെ ആ സമയത്ത് ദൈവം അബ്രഹാം പറഞ്ഞത് ഹോമയാഗത്തിനുള്ള യാഗമൃഗത്തെ യഹോവ കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞു എങ്കിലും അതിന്റെ പൂർണ്ണത എവിടെയാണെന്ന് നമുക്ക് പുതിയ നിയമത്തിൽ കാണാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ, ജോൺ ചാപ്റ്റർ 1:29 നമ്മൾ വായിക്കുന്നത്, Behold the Lamb of God who taketh away the sins of the entire world. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് നോക്കിയേ, ഇവിടെ അബ്രഹാം പറഞ്ഞ വാക്കെന്താ? God will provide. ദൈവം കരുതിക്കൊള്ളും. ദൈവം കരുതിക്കൊള്ളുമെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷത്തോടെ പറയുവാനായിട്ട് കഴിയും? അങ്ങനെയെങ്കിൽ എന്താണ് അബ്രഹാമിനെ അത് പറയുവാൻ പ്രേരിപ്പിച്ചതെന്നൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അബ്രഹാം തന്റെ ജീവിത യാത്രയുടെ ആരംഭം മുതൽ, ഊരിൽ നിന്ന് വിളിച്ചിറക്കിയ സമയം മുതൽ, തന്റെ ജീവിതത്തിൽ കടന്നുപോയ ഓരോ അനുഭവങ്ങളിലും, ജീവിതത്തിൽ നേരിട്ട ഓരോ പരിശോധനയിലും, 7 പരിശോധനകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചല്ലോ, ഓരോ പരിശോധനയിലും വിജയിച്ചതിലും തോറ്റതിലും ഒക്കെ ദൈവ സാന്നിധ്യം നൽകി തന്നെ വിശ്വാസത്തിൽ ദൈവം അടിയുറപ്പിച്ചു നിർത്തിയെങ്കിൽ ആ ദിവസവും അബ്രഹാമിനറിയാം ഇത്രത്തോളം തന്നെ കൊണ്ടുവന്നെങ്കിൽ, ദൈവം തനിക്ക് നൽകിയ വാഗ്ദത്തം നിവർത്തീകരിച്ച് തന്റെ ജീവിതത്തിൽ നൽകിയെങ്കിൽ ഇന്നും തന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് താൻ സേവിക്കുന്നു എന്നുള്ള ഉറപ്പ്. അതിനപ്പുറത്ത് എന്റെ വാക്കുകളിൽ പറഞ്ഞാൽ അബ്രഹാമിനൊരു വലിയ വിശ്വാസമുണ്ടായിരുന്നു. ഹൃദയത്തിൽ ഭാരമുള്ളപ്പോൾ, വേദനയുള്ളപ്പോഴും തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും എന്ന് പറയുന്നത് എന്റെ മകൻ ഇസഹാക്ക് ഇവിടെ മോറിയ മലയിൽ ഒരു പിടി ചാരമായി ഈ യാഗം മൂലം മാറിയാലും ആ ചാരത്തിൽ നിന്ന് ഒരു മകനെ എഴുന്നേൽപ്പിച്ച് തരുവാൻ ശക്തിയുള്ള ഒരു ജീവനുള്ള ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യം അബ്രഹാമിനുണ്ടായിരുന്നത് കൊണ്ടാണ് അവൻ ധൈര്യത്തോടെ വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞത്, God will provide. ദൈവം കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, എന്റെ മകനെ നീ ഒരു പിടി ചാരമായി ഇവിടെ മോറിയ മലയിൽ തീർന്നാലും ആ ചാരത്തിൽ നിന്നൊരു മകനെ എഴുന്നേൽപ്പിപ്പാൻ കഴിവുള്ളവനാണ് എന്റെ ദൈവം. സാറയുടെ നിർജീവാവസ്ഥയെ മാറ്റി നിന്നെ വാഗ്ദത്ത സന്തതിയായി തരുവാൻ അവന് കഴിയുമെങ്കിൽ ഈ ചാരത്തിൽ നിന്നും ഒരു മകനെ എഴുന്നേൽപ്പിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയും. നമ്മുടെ ദൈവം ആരാണ്? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവര്, എന്റെ ദൈവം എന്റെ വിഷയത്തിന് ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവര്, എന്റെ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവര്, നീ പ്രതികൂലത്തിന് ഏത് താഴ്വരയിലായിക്കൊള്ളട്ടെ, ആത്മീയമാകട്ടെ, ഭൗതികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ഏതവസ്ഥയിലും പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നു എന്ന് എനിക്കറിയില്ല, ഏത് അനുഭവങ്ങളും ആയിക്കോട്ടെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചില വ്യക്തികളോട് വ്യക്തിപരമായി ദൂത് പറയുകയാ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കരുതുന്ന, നിന്നെ ഓർക്കുന്ന, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, വലതുകരം നീട്ടുന്ന ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. ആ ദൈവം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് ഉറപ്പുള്ളവരെ കരങ്ങൾ ഉയർത്തി അല്പസമയം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രി അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, ദൈവം കരുതുന്നവനായ ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരട്ടെ. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതിന്റെ 13-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 22-ാം അധ്യായം ചാപ്റ്റർ 22 വേഴ്സസ് 13 and 14 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അത് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കിയപ്പോൾ ഇമ്പുറത്തൊരു ആട്ടിൻകുട്ടൻ കൊമ്പ് കാട്ടിൽ പിടിച്ചു കിടക്കുന്നത് കണ്ടു. അവിടെ നോക്കി, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഇസഹാക്കിനെ യാഗം കഴിക്കുവാനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് കത്തി ഉയർത്തുന്നിടം വരെ സ്വർഗം മൗനമായി നിന്നു. കത്തി ഉയർത്തി കഴിഞ്ഞപ്പോൾ, തന്റെ ഏകജാതനെ തരുവാൻ മടിക്കില്ലെന്ന് സ്വർഗത്തിന് നിർണയം ലഭിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗം പറയുകയാണ്, അബ്രാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. ആ ശബ്ദം കേട്ട്, സുപരിചിതമായ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അബ്രഹാം കണ്ട കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്താ കണ്ടത്? പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ
അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അടുത്തത്, അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. എന്താ അബ്രഹാം മകനോട് പറഞ്ഞ വാക്ക്? ഗോഡ് വിൽ പ്രൊവൈഡ്. ദൈവം കരുതിക്കൊള്ളും മകനെ എന്ന് പറഞ്ഞെങ്കിൽ തന്റെ വിശ്വാസത്തിനു മുമ്പിൽ തന്റെ മകനെയും തരുവാൻ മടിക്കാതിരുന്നപ്പോൾ സ്വർഗം അവന് വേണ്ടി ചലിച്ചു തുടങ്ങി. സ്വർഗം അവന് വേണ്ടി ഇറങ്ങുവാൻ തുടങ്ങി. ഇവിടെ നോക്കിക്കേ, ആ സമയത്ത് നമ്മുടേതായ രീതിയിൽ പറഞ്ഞാൽ ഒരു ദൂതന് വേണമെങ്കിൽ ഒരു യാഗവസ്തുവിനെ അവിടെ കൊണ്ടുവയ്ക്കാമായിരുന്നു. അതല്ല ചെയ്തത്. ഇനി അതിനപ്പുറത്ത് നോക്കിയേ, വേണമെങ്കിൽ ദൈവത്തിന് ഒരു കൂട്ടം ആടിനെ അവിടെ കൊണ്ടു നിർത്താമായിരുന്നു. ആടിനെ അവിടെ ക്രിയേറ്റ് ചെയ്യാമായിരുന്നു, സൃഷ്ടിക്കാമായിരുന്നു. ദൈവം അതും ചെയ്തില്ല. പിന്നെ എന്താ ചെയ്തത്? അബ്രഹാമിന്റെ അന്നേരത്തെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ആട്ടുകൊറ്റനാ. ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം, അബ്രഹാമിന് അന്നേരം ആവശ്യം ഒരു ഫ്ലോക്ക് അല്ല, ഒരു കൂട്ടം ആട്ടിൻ പറ്റമല്ല ആവശ്യമുള്ളത്, വേറൊരു ദൂതനാൽ അയക്കപ്പെടുന്ന ഒരു യാഗമല്ല ആവശ്യമുള്ളത്. അവിടെ അന്നേരം ആവശ്യം തനിക്ക് യാഗം കഴിപ്പാൻ ഒരു ആട്ടുകൊറ്റനെയാണ് ആവശ്യം. ആ ആട്ടുകൊറ്റനെ ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് ദൈവം അവിടെ സൃഷ്ടിച്ച് തക്ക സമയത്ത് അബ്രഹാമിന് നൽകിയെങ്കിൽ ഇന്ന് രാത്രി ചില പ്രത്യേക വിഷയങ്ങളുടെ നടുവിൽ വിഷമിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഭാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി നിന്നോട് തന്നെയുള്ള ദൂതായി പറയുന്നു, അബ്രഹാമിന്റെ അന്നേരത്തെ ആവശ്യത്തിന് ഒരാട്ടുകൊറ്റനെ ദൈവം അവിടെ സൃഷ്ടിച്ചെങ്കിൽ ഈ സമയത്തെ നിന്റെ ആവശ്യത്തിന്റെ നടുവിൽ ആവശ്യത്തിനുള്ളത് നിനക്ക് സൃഷ്ടിച്ചു തരുവാൻ, നിനക്ക് പുറപ്പെടുവിച്ചു തരുവാൻ, നിന്റെ മുമ്പിൽ കൊണ്ടെത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി നീ സേവിക്കുന്ന ഉറപ്പുള്ളവരെ. അല്പസമയം അധരങ്ങളെ തുറന്ന് കരങ്ങൾ അടിച്ച് ശക്തിയോടെ ചില നിമിഷങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. എന്റെ ദൈവം സർവശക്തനായ ദൈവമായതുകൊണ്ട്, എന്റെ ദൈവം വിടുവിക്കുന്ന ദൈവമാകുന്നത് കൊണ്ട്, എന്റെ ആവശ്യം അറിഞ്ഞ് എനിക്ക് വേണ്ടി ഇറങ്ങുന്ന ദൈവമായതുകൊണ്ട് ഇന്ന് രാത്രി അവൻ ഇറങ്ങി വരുമെന്ന് ഉറപ്പുള്ള ദൈവത്തിന്റെ ജനം, അത് ജീവിതത്തിന്റെ ഏത് മേഖലയിലായിരുന്നാലും ഇപ്പോൾ തന്നെ അവൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്നോ, ഒരു ദൈവശക്തി ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഇറങ്ങുമെന്നോ വിശ്വാസമുള്ളവർ അല്പസമയം കരങ്ങൾ അടിച്ച് അധരങ്ങളെ തുറന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എല്ലാ ദൈവജനവും അല്പസമയം ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ രാത്രി ആത്യന്തികമായ ഒരു ശക്തി മൺകൂടാരങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ദൈവിക വിടുതലായി, ദൈവശക്തിയായി ഇന്ന് രാത്രി അത് മാറട്ടെ. ദൈവജനം ഒരുമിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാ. ഗോഡ് വിൽ പ്രൊവൈഡ്. ദൈവം എനിക്ക് വേണ്ടി കരുതുന്നവനാകയാൽ, ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ ഇന്ന് രാത്രി ഏത് നിമിഷത്തിലും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ആത്യന്തികമായ ശക്തിയിൽ ഒന്നുകൂടെ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് രാത്രി എത്ര പേരൊന്ന് സമർപ്പിക്കാനായിട്ടിടയായി തീരും. ഇന്ന് രാത്രി അതുകൊണ്ട് മനസ്സിലാക്കൂ, നാം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, അവിടെ അബ്രഹാമിന് ആവശ്യം ഒരു ആട്ടുകൊറ്റനായിരുന്നെങ്കിൽ ആ ആട്ടുകൊറ്റനെ ദൈവം നൽകിയെങ്കിൽ, അതുമൂലം ദൈവത്തിന്റെ നാമം മോറിയ മലയിൽ മഹിമപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എനിക്കും നിങ്ങൾക്ക് നേരെ അലയടിച്ചു വരുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ, ഉയർന്നു വരുന്ന തിരമാലകൾക്ക് നടുവിൽ, ഈ ശാനമൂലന്റെ നടുവിൽ മോറിയ മലയിൽ ദൈവത്തിന്റെ നാമം മഹിമപ്പെട്ടതുപോലെ എന്നിലും നിങ്ങളിലൂടെ ദൈവനാമം മഹിമപ്പെടുന്നുണ്ടോ എന്ന് ഒരു നിമിഷം നമുക്കൊന്ന് ഒരുമിച്ച് ചിന്തിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയട്ടെ. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട ദൂതിന് മുൻപാകെ ഒരു നിമിഷം നമുക്കൊന്ന് സമർപ്പിക്കാം. എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നവനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു നിമിഷം ദൈവസന്നിധിയിൽ ആ സമർപ്പണത്തിന്റെ പ്രതീകമായി നമ്മുടെ കരങ്ങൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നവനാകയാൽ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനാകയാൽ, അവൻ ഇപ്പോഴും അതിന് ശക്തനാകയാൽ ആ കരങ്ങൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഉയർന്നിരിക്കട്ടെ. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിപ്പാനായിട്ട് പോകുകയാണ്. ആ കരങ്ങൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഉയർത്തിക്കൊണ്ട് നാം ദൈവസന്നിധിയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, എന്റെ വിഷയം ഇന്നതാകുന്നു എന്ന് ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് നാം ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാ. ആ വിഷയത്തിന്മേലൊരു ദൈവപ്രവൃത്തി ഇറങ്ങേണ്ടതിന് വേണ്ടി, നമ്മുടെ മൺകൂടാരങ്ങളിൽ അത്യന്ത ശക്തി ഇറങ്ങേണ്ടതിന് വേണ്ടി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ വീണ്ടും അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, ഈ രാത്രി അവിടുന്ന് ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ച കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതികൂലത്തിന്റെ നടുവിലും, അബ്രഹാമിന്റെ ജീവിതത്തിൽ നേരിട്ട ഗ്രേറ്റസ്റ്റ് ടെസ്റ്റിന്റെ നടുവിലും, ഏറ്റവും ഭയാനകമായ പ്രതികൂലത്തിന്റെ നടുവിലും അവിടുന്ന് തന്നെ കരുതിയെങ്കിൽ, അവിടുന്ന് തന്നെ സഹായിച്ചെങ്കിൽ,
അവിടുന്ന് തന്നെ സ്വർഗം തുറന്ന് സംസാരിച്ചെങ്കിൽ, അവിടുന്ന് തന്നെ പ്രൊവിഷൻ ഒരുക്കിയെങ്കിൽ, അതിന് മറുപടി അവിടുന്ന് തന്നെ ഒരുക്കിയെങ്കിൽ, ഈ രാത്രി ഞങ്ങൾ ഒരുമനപ്പെട്ട അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ വിഷയത്തിന് സ്വർഗം തുറക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ചായ്ച്ച് ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഒരു ദൈവപ്രവൃത്തി അതിൽ ഇറങ്ങണമേ കർത്താവേ. ഒരു വലിയ ദൈവശക്തി അയക്കണമേ. ഇന്ന് രാത്രി ഏത് വിഷയത്തിൽ അങ്ങയുടെ മക്കൾ കരങ്ങൾ ഉയർത്തിയോ ആ മേഖലയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ദൈവത്തിന്റെ ഒരു പ്രൊവിഷൻ ആ മേഖലയിൽ വെളിപ്പെടണമേ. ദൈവതിരുനാ മഹത്വത്തിനാക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമ മഹത്വത്തിനാക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ